ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ബീഡഡ് ഹെയർ ബാൻഡ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ മോഡൽ ഞാനിവിടെ കൊടുക്കാം. അതേപോലത്തെ സെയിം പ്രോഡക്റ്റാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാറ്റിൻ മെറ്റീരിയലാണ്. പിന്നെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ബേസായിട്ട് ഒരു പ്ലാസ്റ്റിക് ഹെയർ ബാൻഡാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിന് കുറച്ച് പഫ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്പോഞ്ചും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതേപോലെയുള്ള പാഡഡ് ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ ഞാൻ സാറ്റിൻ അല്ല നോർമലി യൂസ് ചെയ്യാറ്. സ്ട്രെച്ചബിളായിട്ടുള്ള വെൽവെറ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്യാറ്. ഈ ഒരു കളർ തീമിൽ അത് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിവിടെ സാറ്റിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. ഇതിൻ്റെ എക്സ്ട്രാ പാർട്സൊക്കെ കട്ട് ചെയ്ത് കളയാം. ഞാനിത് കൂടുതൽ വലിപ്പം കൂട്ടുന്നില്ല, കുട്ടിക്കുള്ളതാണ്. കൂടുതൽ വലിപ്പമാക്കി കഴിഞ്ഞാൽ ബീഡ്സ് കയറുമ്പോൾ നല്ല വെയിറ്റ് തോന്നും. അപ്പോൾ അത് ഇറങ്ങി വരും തലേന്ന്. അതുകൊണ്ടാണ് ഇതുപോലെ ചെറുതാക്കി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇത്രയും വലിപ്പം വേണമെങ്കിൽ അത്രയും വലിപ്പത്തിൽ ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഈ ഒരു ഏരിയയിലും ഈ സ്പോഞ്ച് ഒട്ടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സാറ്റിൻ്റെ നൂല് വലിയാനുള്ള സാധ്യതയുണ്ട്. ഞാനിത് ലൈറ്റർ വെച്ച് സൈഡൊക്കെ ഒന്ന് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ എൻഡ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഞാനിത് ചുറ്റിയെടുക്കുന്നത്. ഇതിൻ്റെ സൈഡ് ഭാഗം അകത്തേക്ക് മടക്കിയതിന് ശേഷമാണ് ഞാനിത് ചുറ്റിയെടുക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് വലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ബേസ് കാണാത്ത രീതിയിൽ വേണം ചുറ്റിയെടുക്കാൻ.
ഫാബ്രിക്കിൻ്റെ എൻഡ് ഭാഗം മേൽഭാഗത്ത് വരുന്നത് പോലെയാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ബീഡ്സ് വരുമ്പോൾ അത് കവറായിക്കോളും. ബാക്കി പാർട്ടും ഇതേപോലെ ചുറ്റിയെടുക്കുക. മറ്റേ എൻഡും ആദ്യം ചെയ്തതുപോലെ തന്നെ ക്ലോസ് ചെയ്യുക. ഇതിവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്തായി ഒരു ലൈസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് വന്ന ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഇതിൻ്റെ മുകളിലായി ബീഡ്സ് തുന്നിക്കൊടുക്കാം. ബീഡ്സ് തുന്നിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൈലോണാണ്. കൂട്ടത്തിൽ ബീഡ്സ് കടന്നു പോകുന്ന ഒരു കുഞ്ഞു സൂചി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബീഡ്സും ഇതേപോലെ തുന്നിക്കൊടുക്കാം. ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ സൂക്ഷിച്ച് വലിച്ചെടുക്കണം, അല്ലെങ്കിൽ നൈലോൺ കെട്ടുകൂടാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക, എന്നാലേ ചെയ്യുന്നത് ഓരോന്നും മനസ്സിലാവുകയുള്ളൂ.
പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇത് മുഴുവനായിട്ട് ഇതേപോലെ തുന്നിയെടുക്കുക. ഞാനിത് ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ഫില്ല് ചെയ്തെടുക്കുക. ഇത് ഇതേപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതുവരെ ചെയ്തതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വീഡിയോയ്ക്ക് ഇച്ചിരി സ്പീഡ് കൂട്ടുകയാണ്. കാരണം ഞാനിത് 4 days എടുത്തിട്ട് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഈ ഒറ്റൊരു വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, ലെങ്ത്ത് കൂടും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.
വർക്ക് ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗത്തായി ഇയർ സൈഡ് ഞാൻ വിട്ടിട്ടുണ്ട്, കാരണം അത് കുട്ടികൾക്ക് ഇറിറ്റേറ്റഡ് ആവും. അതുകൊണ്ട് അവിടെ ഞാൻ ബീഡ്സ് വെച്ചിട്ടില്ല. ഇനി ഞാൻ ഇതിനൊരു ടാഗാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നും കൂടി കാണാം. പാക്കിങ്ങും കൂടി ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.